എല്ലാവർക്കും അറിയാവുന്ന ഒരു സുവിശേഷം ധൂർത്തപുത്രന്റെ ഉപമ. ധൂർത്തപുത്രൻ പോകുന്നു. നമ്മളെ സാധാരണ വായിക്കുന്ന നമുക്ക് ഇത്രയും അനുഭവം ഉണ്ടാകത്തുള്ളൂ. ധൂർത്തപുത്രൻ പോകുന്നു, പാപം ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ദൈവം സ്വീകരിക്കുന്നു. ഇത് നമുക്ക് വായിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ധൂർത്തപുത്രൻ എന്ന വ്യക്തി അനുഭവിച്ച ഒരു വേദന അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിന്റെ അല്ലെങ്കിൽ അവന്റെ പിതാവിന്റെ അത്രയും വലിയ സ്നേഹം അനുഭവിച്ചിരുന്നവൻ, താൻ സ്നേഹിച്ചിരുന്ന പിതാവിനെ വെറുത്ത് ഉപേക്ഷിച്ച് പുറത്തോട്ട് പോവുകയാണ്. എന്തിനാ? മറ്റുള്ള സ്നേഹം തേടി, തന്റെ സുഹൃത്തുക്കളോടൊപ്പം ആനന്ദിക്കാൻ വേണ്ടി, തന്റെ സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കാൻ വേണ്ടി, പുതിയ ലോകം കാണാൻ വേണ്ടി അവൻ പോവുകയാണ്. അവൻ ആ ഒരു സന്തോഷത്തിന്റെ പുറകെ നടന്നു. പക്ഷെ താൻ പിടിച്ചതെല്ലാം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒരു മാനസിക വേദന ഈ യുവാവ് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെയും മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു അപ്പന്റെ, അതായത് ധനികനായ അപ്പന്റെ മകനാണ്, രാജപുത്രൻ പോലെ കഴിഞ്ഞവനാണ്. രാജപുത്രനായവൻ അടിമയാവുകയാണ്. പുത്രൻ അടിമയാവുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഈ വേദനയും ഈ ധൂർത്തപുത്രൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്കറിയാം, പന്നിയുടെ തവിടെങ്കിലും തിന്നാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അതായത് അടിമ നോക്കിയ പന്നിയെ പോലെ ആകാൻ പോലും അവൻ പോയി. അവൻ അത്രയ്ക്കും അധപ്പതിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്, അതായത് ഈ പന്നിയായ അവസ്ഥയിൽ നിന്നാണ് തിരിച്ചൊരു വരവ് ധൂർത്തപുത്രൻ നടത്തുന്നത്. അവനറിയാം, അവനെ നോക്കിയിരിക്കുന്ന ഒരു അപ്പനുണ്ട്. തനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിന്റെ വില അവൻ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചു നടപ്പ് നമുക്ക് വായിക്കുമ്പോഴേക്കും വളരെ എളുപ്പമാണ്. അതായത് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു, നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ആ തിരിച്ചു വരവിന് വേണ്ടി അയാൾ ഒരുങ്ങിയ ഒരു ഒരുക്കമുണ്ട്. അയാൾ മനസ്സിൽ കരുതിയ കുറച്ച് ചിന്തകളുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നു. തന്റെ ദൈവം എത്രമാത്രം തന്നെ കരുതുമെന്ന് അവൻ കരുതിയിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അത് ഓർത്ത് അവൻ തിരിച്ചു വരുന്നത്. അത് പഴയ ആ ഒരു പ്രൗഢിയോടുകൂടല്ല, പൂർണ്ണമായ പശ്ചാത്താപത്തോടുകൂടെ. അപ്പൊ നമുക്കും ഈ ഒരു തിരിച്ചു നടപ്പ് ആവശ്യമാണ്. ഈ ഒരു ഒറ്റ ബോധ്യം മതി, അവിടെ ഇരിക്കുന്നത് വേറെ ആരുടെ അപ്പനല്ല, എന്റെ അപ്പനാണ്, എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ സുവിശേഷം രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്ന വേറൊരു പടമുണ്ട്, ഒരു പിക്ചറുണ്ട്. അതായത് ഈ ധൂർത്തപുത്രനെ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. എത്ര നേരം വെച്ചാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ ഒരാള് നമ്മളിൽ നിന്ന് അകന്നു പോയാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ, എപ്പോഴെങ്കിലും കുറെ കഴിയുമ്പോൾ നമ്മൾ മടക്കും. പക്ഷെ ദൈവം മടക്കത്തില്ല. ദൈവം നമ്മളെ എല്ലാവരെയും നോക്കിയിരിപ്പുണ്ട്. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തിരിച്ചു വരവ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചു നടക്കുക.